ഒരിടത്ത് ഒരു ശക്തനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉറ്റ മിത്രവും ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹം ശാന്തമായി പറയും, ഇതെല്ലാം നന്മയ്ക്കാണ്. രാജാവും സുഹൃത്തും കൊട്ടാരത്തിൽ ഒരുമിച്ച് സമയങ്ങൾ ചെലവഴിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് സുഹൃത്തുമൊത്ത് ആയുധങ്ങളുടെ മൂർച്ച പരിശോധിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ രാജാവിന്റെ പെരുവിരൽ അറ്റുപോയി. ഇത് കണ്ട സുഹൃത്ത് രാജാവിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇത് സംഭവിച്ചത് നല്ലതിനാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കോപം പൂണ്ട രാജാവ് തന്റെ സുഹൃത്തിനെ തുറുങ്കിലടയ്ക്കാൻ പ്രേരിതനായി. തുറുങ്കിലടച്ചിട്ടും അയാൾ വളരെ ശാന്തനായാണ് കാണപ്പെട്ടത്. അവിടെ ഇരുന്നു കൊണ്ടും അയാൾ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം നന്മയ്ക്കാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം രാജാവ് വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു വനവാസി ഗോത്രം രാജാവിനെ പിടികൂടി. ആ ഗോത്രം ദേവന്മാർക്ക് നരബലി നൽകുന്നവരായിരുന്നു. അവർ രാജാവിനെ ബലി നൽകാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, രാജാവിന്റെ തള്ളവിരലില്ല. അതിനാൽ അയാൾ ബലി നൽകാൻ യോഗ്യനല്ല. ബലി നൽകാൻ കഴിയാത്തത് കൊണ്ട് അവർ രാജാവിനെ വിട്ടയച്ചു. വിരൽ നഷ്ടപ്പെട്ടതാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ രാജാവ് സുഹൃത്തിനെ തുറുങ്കിൽ നിന്നും മോചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞതായിരുന്നു ശരി. ആ വിരൽ പോയത് നല്ലതിനായിരുന്നു. എന്റെ കാര്യത്തിൽ നീ പറഞ്ഞത് ശരിയായി. പക്ഷേ നിന്റെ കാര്യത്തിൽ അതെങ്ങനെ നല്ലതായി? കാരണം നിന്നെ തടവിലിടുമ്പോഴും നീ പറയുന്നുണ്ടായിരുന്നത് എല്ലാം നല്ലതിനാണെന്നായിരുന്നു. സുഹൃത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നെയാണ് അവർ ബലി കൊടുക്കുമായിരുന്നത്. ഞാൻ തുറുങ്കിലായതുകൊണ്ട് എന്റെ ജീവൻ നിലനിർത്താൻ പറ്റി. അപ്പോൾ അത് നല്ലതായില്ലേ? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇന്ന് മോശമായി തോന്നുന്ന കാര്യങ്ങൾ നാളെ നല്ലതായേക്കാം.